നമസ്കാരം. ഞാൻ സുരേന്ദ്രൻ നായർ. ഇതെൻ്റെ കൊച്ചുമകൻ. പേര് പറ. മഹാദേവൻ നായർ. തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ഹെഡുമായിട്ട് 2018 വിരമിച്ചു. അവിടെ ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറും ഒക്കെ ആയിരുന്നു. മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. ഗോൾഡൻ ജൂബിലി മാഗസിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു. ഇപ്പോൾ വിരമിച്ചതിന് ശേഷം 2018 വിരമിച്ചതിന് ശേഷം കുറച്ച് സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് തന്നെ ഞാൻ സർവീസിലിരിക്കെ തന്നെ ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാസികകളിലൊക്കെ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. പുസ്തക രൂപത്തിൽ മലയാളത്തിൽ പുരാണകഥാമൃതം, ശ്രീകൃഷ്ണൻ്റെ സ്വപ്നം, ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി, മഹാവിഷ്ണുവിൻ്റെ ചിരി, ഇത്രയും പുസ്തകങ്ങളുണ്ട്. ഹിന്ദിയിൽ ആണെങ്കിൽ ഗുലേരി കേസരി എന്ന് പറഞ്ഞ ആദ്യ പുസ്തകം അതെൻ്റെ റിസർച്ച് വിഷയമായിരുന്നു. രണ്ടാമത്തെ പുസ്തകം മിഥകാവ്യ, ഹിന്ദി മലയാളം, അത് ആണ്. മൂന്നാമത്തെ പുസ്തകം ശ്രീകൃഷ്ണ കാ സപ്ന എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ്റെ സ്വപ്നം എന്നുള്ള മലയാള പുസ്തകത്തിൻ്റെ വിവർത്തനമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയുമാണ് ഇതുവരെ വിരമിക്കുന്നതിന് മുമ്പുള്ളത്. വിരമിച്ചതിന് ശേഷം ഞാൻ മധുസാറിൻ്റെ കാവ്യങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ട് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ വി മധുസൂദനൻ നായർ എന്ന മധുസാർ എൻ്റെ സെൻറ്റ് സേവിയേഴ്സിലെ സഹപ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ ആദ്യം മുതലേ വായിക്കുകയും അതിൽ ആകൃഷ്ടനുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കവിതകൾ ഭാരതീയം, ഗംഗ, ഒരു കിളിയും 5 വേടന്മാരും എന്നീ കവിതകൾ ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അത് എന്നിട്ട് കേരള ജ്യോതി, സംഗ്രഥൻ തുടങ്ങിയ ഇവിടുത്തെ ഹിന്ദി മാസികകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു കുറേ കവിതകൾ, എതന്മയ സംശയം, കൃഷ്ണ, നാറാണത്ത് ഭ്രാന്തൻ, പിന്നീട് ഭാരതീയ നേരത്തെ ഉണ്ട്, അടരുവാൻ വയ്യ, ഗാന്ധർവം തുടങ്ങിയ കവിതകളെല്ലാം കൂടി ഞാൻ വിവർത്തനം ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇപ്പോൾ ഒരു 13 കവിതകൾ മധുകാവ്യ എന്ന പേരിൽ ഹിന്ദിയിൽ ഞാനിപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ്. അത് ഉടനെ ജനുവരിയിൽ വെളിയിൽ വരും, പ്രകാശനം ചെയ്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനുവരി മാസത്തിൽ ആ പുസ്തകം ലഭ്യമായിരിക്കും. UP നിന്ന് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. വിവർത്തനത്തിൻ്റെ വെല്ലുവിളികളെ പറ്റി പറയുമ്പോൾ അത് ഈ ഒരു ഭാഷ എന്ന് വെച്ചാൽ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഭാഷയെ ഒരു വിധത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷേ സംസ്കാരത്തെ ഉൾക്കൊണ്ട് മാറ്റാൻ പ്രയാസമാണ്. അപ്പം ഹിന്ദിക്കാർക്ക് മനസ്സിലാവാത്ത സാംസ്കാരിക തനിമകൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും തിരിച്ചും. അപ്പോൾ ഈ സാംസ്കാരിക തനിമകളെ, അതിൻ്റെ സിമ്പലുകളെ കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു വിവർത്തകൻ്റെയും ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വാഭാവികമായിട്ടും എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പറ അവതരിപ്പിക്കേണ്ടി വരിക, ചെണ്ട അവതരിപ്പിക്കേണ്ടി വരിക, ഈവൻ കണ്ണകി എന്ന് പറയുന്ന ക്യാരക്ടറല്ലേ, അവർക്ക് അറിയാവുന്നത് ദുർഗയും ഭദ്രയും ഒക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ ഈ കണ്ണകിയെ കൊണ്ടുവരുമ്പോൾ അവരുടെ ദുർഗയുടെ എവിടെ നിൽക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. നമ്മുടെ കറികൾ, പച്ചക്കറികൾ ഒക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവിടെ ഇല്ലാത്ത പലതും ഇവിടെയുണ്ട്, ഇവിടെ ഇല്ലാത്ത പലതും അവിടെയുണ്ട്. അപ്പോൾ എന്തുമായിട്ട് ബന്ധിപ്പിച്ച് ഇതിനെ അവതരിപ്പിക്കും എന്നുള്ളൊരു വെല്ലുവിളിയുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. ഭാഷ സംസ്കാരവുമായിട്ട് ചുറ്റുപണഞ്ഞ് കിടക്കുമ്പോൾ അതിനെ നിവർത്തിയെടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവർത്തകൻ നേരിടുന്ന പ്രശ്നം. മധുസാറിൻ്റെ മധുകാവ്യം തുടങ്ങി വയ്ക്കുന്നത് ഏതന്മേ സംശയം കൃഷ്ണ എന്നുള്ള കവിതയോടുകൂടിയാണ്. അത് കാൻഹയ്ക്ക് പ്രതി പ്രശ്ന എന്നാണ് കൊടുത്തിരിക്കുന്ന ഹിന്ദി ടൈറ്റിൽ. കാൻഹ എന്ന് വെച്ചാൽ കണ്ണനോടുള്ള സംശയം. അങ്ങനെയാണ് ആ കവിതയിലെ അതിൻ്റെ ഭാവം എന്ന് വെച്ചാൽ, ഏറ്റവും അതിശയത്തോടെ മധുസാറ് നോക്കിക്കാണുന്ന പ്രപഞ്ച ശക്തി അല്ല ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനായിട്ടാണ്. ഹരി എന്ന് പറയുന്ന സ്വരൂപത്തോടാണ് എവിടെയും മധുസാറ് തൻ്റെ ഭക്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം അതിശയത്തോടെ, അത്ഭുതത്തോടെ കൃഷ്ണൻ്റെ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ ദുഃഖങ്ങളിൽ പതറി ജീവിതമില്ലാണ്ടാകുന്ന എന്നെപ്പോലുള്ള മനുഷ്യരുടെ മുമ്പാകെ, ഹരി, നീ എത്ര വിസ്മയം നിറഞ്ഞവനാണ്. ഇതാണ് അതിൻ്റെ അകത്തെ ചോദ്യവും കണ്ടൻറ്റും അതാണ്. ജനിച്ചപ്പം മുതൽ മരിക്കും വരെ ചിരിച്ചുകൊണ്ടേയിരുന്നു. ജനിച്ചപ്പോൾ കരയാത്ത ഒരേ ഒരാളായിട്ട് പറയപ്പെടുന്നത് കൃഷ്ണനാണ്. മരിക്കുമ്പോഴും മരണം മുമ്പിൽ കാണുമ്പോഴും സന്തോഷത്തോടെ വിട പറയുന്ന ആളും കൃഷ്ണനാണ്.
അപ്പോൾ ആ കൃഷ്ണൻ്റെ അത്ഭുതകരമായ ജീവിതത്തെ മറ്റാരും കാണാത്ത ഒരു പ്രത്യേക വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കാണുന്നു എന്നുള്ളതാണ് യതന്മേ സംശയം കൃഷ്ണ എന്നുള്ള കവിതയുടെ പ്രത്യേകത. അതിൽ പറയുന്നത് ജനിച്ചപ്പോഴേ പ്രതിസന്ധിയാണ്. ജനിച്ചു കഴിഞ്ഞ് അമ്മയിൽ നിന്ന് ജനിച്ച നിമിഷം അകലുന്ന കുട്ടി, മുലപ്പാൽ നുണയാൻ ഭാഗ്യമില്ലാത്ത കുട്ടി, അമ്മയുടെ മുലപ്പാൽ നുണയാൻ ഭാഗ്യം സിദ്ധിക്കാത്ത കുട്ടി, കോരി ചൊരിയുന്ന മഴയുടെ ജലം, മഴവെള്ളം മുലപ്പാലായി കരുതി കുടിക്കേണ്ടി വരുന്ന കൃഷ്ണൻ. അതുപോലെ ഏതൊരു കുഞ്ഞും അമ്മയുടെ അടുത്തേക്ക് ഇഴഞ്ഞു ചെല്ലാൻ ആഗ്രഹിക്കും. അപ്പോൾ നിൻ്റെ മനസ്സ് ദേവകിയുടെ അടുത്തേക്ക് എത്താൻ ഒരിക്കൽ പോലും ഇഴഞ്ഞില്ലയോ, മനസ്സ് ഇഴഞ്ഞില്ലയോ എന്ന് മധുസാറ് ചോദിക്കുന്നു. പിന്നെ അതിൽ ഏറ്റവും പ്രസക്തമായി പറയുന്നൊരു കാര്യം, ഇല്ലായ്മകളിലൂടെ വളർന്ന ആളാണ് കൃഷ്ണൻ. നമ്മൾ പൊതുവേ പറയുന്നത് മഞ്ഞപ്പട്ടുടുത്ത് കയ്യിൽ നിറയെ വെണ്ണയാണ്, എപ്പോഴും നിറവെണ്ണയുമായിട്ട് മഞ്ഞപ്പട്ടും ധരിച്ച് എല്ലാ സമൃദ്ധിയോടും വളരുന്ന കൃഷ്ണനെയാണ് പൊതുവേ നമ്മൾ എല്ലായിടത്തും കാണുക. പക്ഷേ മധുസാർ പറയുന്നു, ഉടുക്കാൻ കൗപീനം മാത്രമുള്ള, കളിക്കാൻ ഒരു കാട്ടുമുളയുടെ കാട്ടുമുളയുടെ സംഭാവനയായ ഓടക്കുഴൽ മാത്രമുള്ള, മഞ്ചാടിക്കുരു കളിക്കാനായിട്ടുള്ള, മറ്റ് വിലപ്പെട്ടതൊന്നും കളിപ്പാട്ടമായിട്ടില്ലാത്ത, വലിയ കൂട്ടുകാരില്ലാത്ത തോഴന്മാരെന്ന് പറയുന്നതെല്ലാം കാലിച്ചെറുക്കന്മാരാണല്ലോ. പിന്നെ രാജവീഥികളില്ല, കാട്ടിലെ വഴികൾ മാത്രമാണുള്ളത്. കൂട്ടിനായിട്ട് കുറച്ച് കാലിച്ചെറുക്കന്മാരല്ലാതെ മറ്റാരുമില്ല. അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ സന്തോഷത്തോടെ അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു. കംസൻ്റെ തടവറയിലെ ദൈന്യതയിൽ കിടക്കുന്ന ദേവകിയാണല്ലോ കൃഷ്ണന് ജന്മം കൊടുക്കുക. ആ ജന്മം എടുക്കുമ്പോൾ കരയാത്ത ശിശുവാണ് കൃഷ്ണൻ. മരിക്കാൻ നേരത്ത് അവസാനം ജര എന്ന് പറയുന്ന കാട്ടാളൻ പക്ഷിയെന്ന് ധരിച്ച് അമ്പെയ്ത് കൃഷ്ണൻ്റെ പാദങ്ങളിൽ മുറിവേൽപ്പിക്കുമ്പോൾ പാരവശ്യത്തോടെ അയാൾ ഓടി വന്ന് ക്ഷമ പറയും. ജര അറിയാണ്ട് പറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ പറയും, ജരേ, എൻ്റെ അഭീഷ്ടമാണ് നീ നിറവേറ്റിയിരിക്കുന്നത്, ഒരു കാരണവശാലും ദുഃഖിക്കരുത് എന്ന്. സാഹോദര്യം, അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹോദര്യം, ഇതൊക്കെയാണല്ലോ മധുസാറിൻ്റെ കവിതയിലെ മുഖ്യ വിഷയങ്ങൾ. നാരായണത്ത് ഭ്രാന്തനാണെങ്കിലും ഭാരതീയത്തിലാണെങ്കിലും അനുജനിലാണെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹോദര്യത്തെ പറ്റിയുള്ള വേവലാതിയാണ് കവിത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നാരായണത്ത് ഭ്രാന്തനിൽ 12 മക്കളാണ്. അവർ പലയിടത്തായിട്ട് പല രാശികളിൽ, പല സ്വഭാവത്തിൽ, പല രീതിയിൽ പലതായി കഴിയണം. ഒരിക്കലും സാഹോദര്യം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരുമിച്ച് കൂടുമ്പോഴും പരസ്പരം പുച്ഛിക്കാനാണ് അവർ അവസരം കണ്ടെത്തുക. പരസ്പരം സാഹോദര്യം ആസ്വദിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് പണ്ടേ മുതലുള്ളതാണെന്ന് കാണിക്കുന്ന ഒരു ക്രിസ്തീയ പുരാണം അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു കഥയെ ആസ്പദമാക്കി അനുജൻ എന്നൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ഈ സാഹോദര്യത്തിൻ്റെ ഭാവം ശരിക്കും വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. അതായത് ആദ്യ പിതാവായ എബ്രഹാമിൻ്റെ പിൻതലമുറക്കാരായിട്ടാണ് യഹൂദരും മുസ്ലിങ്ങളും ഉണ്ടാവുക. എബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിൽ ഉണ്ടാകുന്ന യസഹാക്ക് അല്ലെങ്കിൽ ഐസക് എന്ന് പറയുന്ന പുത്രന് റബേക്ക എന്ന് പറയുന്ന സ്ത്രീയിലുണ്ടായ 2 ഇരട്ട സന്തതികളുണ്ട്. ഒരാൾ യശോവ്, മറ്റേയാൾ യാക്കൂബ്. യശോവ് നായാട്ടുകാരനും യാക്കൂബ് ഇടയനുമാവും. ഇവർ ഇരട്ട കുട്ടികളായിരുന്നു. അപ്പോൾ ഈ ഇരട്ടക്കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് ആ കവിതയുടെ മുഖ്യ വിഷയം. അതായത് ആദ്യം ജനിക്കാൻ വേണ്ടി ഇവർ ഗർഭപാത്രത്തിൽ വെച്ച് പരസ്പരം കലഹിച്ചു, മത്സരിച്ചു. ആ മത്സരത്തിൽ യശാവ് ആദ്യം പുറത്തു വരുന്നു. പക്ഷേ യശാവിൻ്റെ കുതികാലിൽ പിടിച്ചുകൊണ്ടാണ് യാക്കോബ് വെളിയിൽ വരുന്നത്. അപ്പം സഹോദരൻ്റെ ചലനത്തിന് തടസ്സമായിക്കൊണ്ട്, അവൻ്റെ ഗതിക്ക് തടസ്സമായിക്കൊണ്ട്, അവൻ്റെ കാലിൽ പിൻപോട്ട് വലിക്കുന്ന ഒരാളായിട്ട് സഹോദരൻ മാറുന്നു. അങ്ങനെയല്ല സാഹോദര്യം വരേണ്ടത്. സഹോദരൻ്റെ ഒപ്പം ചരിക്കുക, അവനെ മുമ്പോട്ട് നയിക്കുക, അവൻ്റെ എല്ലാ പിന്തുണയും കൊടുത്ത് അവനോടൊപ്പം എപ്പോഴും ഉണ്ടാവുക, അതാണ് സാഹോദര്യം എന്ന് വിളിച്ചു പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തെ ബേസ് ചെയ്തുള്ള ഒരു കവിതയാണ് അനുജൻ. അത് വളരെ അപൂർവമായിട്ട് മാത്രം വായിക്കാൻ കിട്ടുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് എൻ്റെ വിവർത്തന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ മലയാളം കെ മിഥക്കാവ്യ എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മലയാളം മിഥക്കാവ്യം എന്ന് പറയുന്നത് ഇവിടെ മിത്ത് അല്ലെങ്കിൽ പുരാണവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ആധുനിക
കവിതകൾ ONV സാറിൻ്റെ കവിതകളുണ്ട്, മധു സാറിൻ്റെ ഉണ്ട്, അതിനു മുമ്പ് സുഗതകുമാരിയുടെ ഉണ്ട്. അങ്ങനെ ഉള്ള മലയാളത്തിലെ ഇതുവരെയുള്ള ആധുനിക സാഹിത്യകാരന്മാരുടെ കവിതകളെ പറ്റി ഹിന്ദിയിൽ എഴുതുക എന്നുള്ളതാണ് മലയാളം കെ മിഥക്കാവ്യം. മധുസാറിൻ്റെ കാവ്യങ്ങളെപ്പറ്റി മൊത്തത്തിൽ ഒരു അപഗ്രഥിച്ച ഒരു പുസ്തകം എഴുതണമെന്നുണ്ട്. കുറച്ച് വർക്കൊക്കെ ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പ് എഴുതി തുടങ്ങിയ ഒരു പുസ്തകം പൂർത്തിയാവാനുണ്ട്. അത് ഔർ ഏക് ഹംസദൂത് എന്ന് ഹിന്ദിയിൽ, മറ്റൊരു ഹംസദൂതം എന്ന് മലയാളത്തിൽ. അതിൻ്റെ പൂർത്തീകരണവും ഈ വർഷം 2026 ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം.